സർക്കാർ ജോലികളിൽ വനിതകൾക്ക് 50% സംവരണം ഉൾപ്പെടെയുള്ള മഹിളാ ന്യായ് പദ്ധതി പ്രഖ്യാപിച്ചു രാഹുൽ ഗാന്ധി. ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ഭാഗമായി മഹാരാഷ്ട്രയിലെ ധൂലയിൽ നടന്ന മഹിളാ സമ്മേളനത്തിലാണ് പ്രഖ്യാപനം. നിർധനരായ സ്ത്രീകൾക്ക് 1 ലക്ഷം രൂപയും ധനസഹായം നൽകും. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. ശ്രീനാഥ്, എന്തൊക്കെയാണ് പ്രഖ്യാപനങ്ങൾ? ഏതായാലും സ്ത്രീ വോട്ടർമാർക്ക് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള, അവരെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ധുലയിൽ വെച്ച്, മഹാരാഷ്ട്രയിലെ ധുലയിൽ വെച്ച് നടത്തിയ റാലിയിൽ നടത്തിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്ന 5 പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ദരിദ്ര കുടുംബങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾക്ക് 1 ലക്ഷം രൂപ വാർഷിക സഹായമായി സർക്കാർ നേരിട്ട് അവരുടെ അക്കൗണ്ടുകളിലേക്ക് നൽകും കോൺഗ്രസ് സർക്കാർ, UPA സർക്കാർ അധികാരത്തിലേക്ക് വന്നാൽ എന്നതാണ്. അതിനൊപ്പം പറയുന്നത് കേന്ദ്ര സർക്കാർ ജോലികളിൽ 50% സ്ത്രീ സംവരണം, ഒപ്പം അംഗൻവാടി ആശാ വർക്കർമാർ അവർക്ക് നിലവിൽ കിട്ടുന്ന വേതനം അത് ഇരട്ടിയാക്കും. ഒപ്പം തന്നെ എല്ലാ പഞ്ചായത്തുകളിലും അധികാർ മൈത്രി എന്ന പേരിൽ ഒരു തസ്തിക സൃഷ്ടിക്കും. അതായത് പഞ്ചായത്തിലെ സ്ത്രീകൾക്ക് നിയമപരമായി വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു നൽകാൻ വേണ്ടി ഒരു പ്രത്യേക തസ്തിക അങ്ങനെ സൃഷ്ടിക്കും. ഒപ്പം തന്നെ സാവിത്രിഭായ് ഫുലെ ഹോസ്റ്റൽ, അതായത് എല്ലാ ജില്ലകളിലും ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കായുള്ള ഹോസ്റ്റലുകൾ രാജ്യമെങ്ങും എല്ലാ ജില്ലകളിലും തുടങ്ങും. ഇപ്പോഴുള്ള എണ്ണം അത് വർദ്ധിപ്പിക്കും ഹോസ്റ്റലുകളുടെ എന്നതാണ് പ്രഖ്യാപനം. അങ്ങനെ 5 പ്രധാന വാഗ്ദാനങ്ങളാണ് തെരഞ്ഞെടുപ്പ് വിജയിച്ച് അധികാരത്തിലെത്തിയാൽ ചെയ്യാൻ കോൺഗ്രസ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്നത് രാഹുൽ ഗാന്ധി പറയുന്നു. ശ്രീനാഥ് ചന്ദ്രനാണ്. സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തിൽ കൂടിയാണ് ആ പ്രഖ്യാപനങ്ങൾ.